നമസ്തേ. നമുക്കിപ്പോൾ ഒരു പ്രത്യേക ദിവസം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ഏതായിരുന്നു? നവരാത്രി. അപ്പം എല്ലാവരും നവരാത്രി വ്രതമൊക്കെ എടുത്തോ? എല്ലാവരും നന്നായിട്ട് വ്രതമൊക്കെ എടുത്തു, പൂജയൊക്കെ വച്ചു അല്ലേ? പിന്നെ പൂജയൊക്കെ എടുത്തു, വിജയദശമി കഴിഞ്ഞു അല്ലേ? പൂജ എടുത്ത് 2-3 ദിവസം നമ്മൾ പഠിത്തമൊന്നുമില്ല, എഴുത്തൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഹാപ്പി ആയിരുന്നു. അമ്മമാർ നമ്മളോട് പഠിക്കാൻ പോലും പറയത്തില്ല അല്ലേ? വർഷത്തിൽ അങ്ങനെ 2-3 ദിവസം നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ അത് അതിനു വേണ്ടിയാണോ? അല്ല. നമ്മൾ ഇത്രയും നാൾ നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളൊക്കെ സരസ്വതി ദേവിയുടെ മുമ്പിൽ പൂജയ്ക്കായിട്ട് വെച്ചിരിക്കുക അല്ലേ? നമ്മുടെ അറിവ് വർദ്ധിക്കാൻ, നമ്മളിലേക്ക് വെളിച്ചം പകരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പുസ്തകങ്ങൾ വിദ്യാദേവതയുടെ മുമ്പിൽ എന്ത് ചെയ്യാണ്? പൂജിക്കാൻ വെക്കുക ചെയ്യുന്നത് അല്ലേ? ആ ദിവസങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണോ? അല്ല. സരസ്വതി ദേവിയെ ധ്യാനിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കണേ, നമ്മളിലേക്ക് അറിവ് പകരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. എല്ലാവരും അതൊക്കെ ചെയ്തായിരുന്നു അല്ലേ? രാവിലെയും വൈകുന്നേരവും കുളിച്ച് പൂജയൊക്കെ ചെയ്ത്, മീൻസ് പൂക്കളൊക്കെ ഇട്ട് സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചു അല്ലേ? പിന്നീട് വിജയദശമി നാളിൽ തിങ്കളാഴ്ച നമ്മൾ പൂജയൊക്കെ എടുത്തിട്ടിരുന്നേ. പഠിച്ചോ എല്ലാവരും? പിന്നീട് ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ടാവും, അതൊക്കെ കണ്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ചിലരൊക്കെ ഉണ്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അമ്മമാർ പഠിക്കാൻ പറഞ്ഞാലും അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആവരുത്. നല്ല കുട്ടികളായിട്ട് പഠിച്ച് മിടുക്കനും മിടുക്കിമാരും ആവുക കേട്ടോ. ഇവിടെ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠനമാണ്. അപ്പോൾ എല്ലാവരും ഒരു ഉപേക്ഷയും വിചാരിക്കാതെ എല്ലാവരും പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. എഴുതാനൊക്കെ ഉള്ളത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. ഇപ്പം സ്കൂളിൽ പോകുന്നില്ല, അപ്പോൾ ടീച്ചർമാർ ബുക്കൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഞങ്ങളൊക്കെ വീഡിയോ കോളിൽ വരുന്നുണ്ട്, നിങ്ങളുടെ നോട്ട് ബുക്കുകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സും ഇനിയും മാറി മാറി വിളിക്കുന്നുണ്ടാവും. എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളെ വിളിക്കുന്നുണ്ടാവും. അപ്പം നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഇപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതോ ഈ പൂജാ ദിവസങ്ങളിൽ അതൊക്കെ മറന്നുപോയോ? ഇല്ല. അപ്പം എല്ലാം തന്നെ എല്ലാവരും ഓർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കണ്ടേ? അപ്പോൾ നമുക്കിന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. पाठ 6 जीवन में अनुशासन का महत्व। अनुशासन शब्द 2 शब्दों अनु तथा शासन से मिलकर बना है। अनु का अर्थ होता है पीछे और शासन शब्द का अर्थ है नियमों का पालन। इस प्रकार अनुशासन का अर्थ हुआ नियमों के नियंत्रण में रहना और नियमित रूप से उसका पालन करना। अनुशासन के 2 पहलू हैं। पहला है आत्मिक अनुशासन, जिसमें व्यक्ति स्वेच्छा से अनुशासित रहता है, उस पर कोई बाह्य दबाव नहीं रहता। दूसरा पहलू है बाह्य अनुशासन, जिसमें बाहरी दबावों के कारण व्यक्ति अनुशासित रहता है। सड़क पर चलते समय यातायात के नियमों का पालन करना भी अनुशासन का एक महत्वपूर्ण हिस्सा है। यदि सड़क पर लोग अनुशासनहीन हो जाएंगे तो सारी व्यवस्था गड़बड़ा जाएगी। यदि हर आदमी मनमानी करने लगे तो समाज का काम नहीं चल सकता। अनुशासन में रहने पर ही अनेक दुर्घटनाओं से बचा जा सकता है। खेल के मैदान, गली मोहल्ले, तरण ताल, हर स्थान पर अनुशासन की आवश्यकता होती है। समय का पालन अनुशासन का एक अनिवार्य पहलू है। स्वयं को अनुशासित रखकर ही हम सबके साथ खुशी से रह सकते हैं। बाहर ही नहीं, घर में भी अनुशासन का पालन जरूरी है। बड़ों का सम्मान, छोटों से स्नेह, आज्ञा पालन की सभी बातें हमारे चरित्र निर्माण के लिए महत्वपूर्ण हैं। अनुशासन न केवल मनुष्यों में अपितु प्रकृति के लगभग सभी जीवों में परिलक्षित होता है। छोटी छोटी चींटियां भी पंक्तिबद्ध होकर चलती हैं। हाथी जैसा विशाल जीव भी अपने महावत की आज्ञा का पालन करता है। आकाश में पक्षी वी आकार में उड़ते हैं। दिन रात का क्रम
ऋतुओं में परिवर्तन, मौसम के अनुसार पेड़ पौधों में फल फूल लगना आदि सभी प्रकृति के अनुशासन के ही रूप हैं। अनुशासन का पालन जीवन के हर क्षेत्र में आवश्यक है। अनुशासन की व्यक्तिगत, सामाजिक और राजनीतिक सभी क्षेत्रों में जरूरत होती है। इससे मनुष्य को अपने कर्तव्य और अधिकार का ज्ञान होता है। अनुशासन ही राष्ट्र को महान बनाता है। जिस राष्ट्र के नागरिक अनुशासित होते हैं, वह राष्ट्र बड़े से बड़े संकट को भी साहस एवं स्वाभिमान के साथ झेल लेता है। विद्यार्थी जीवन में अनुशासन का पालन करना अत्यंत महत्वपूर्ण माना जाता है। विद्यार्थी जीवन ही मनुष्य के भावी जीवन की आधारशिला है। इसी समय वह अनुशासन में रहना सीखता है। अनुशासन में रहे बिना वह उचित ढंग से विद्यार्जन नहीं कर सकता है। अनुशासन के अभाव में विद्यार्थी का सर्वांगीण विकास संभव नहीं हो पाता है। अनुशासनहीनता विद्यार्थी को उसके लक्ष्य से विमुख करती है। केवल अनुशासित विद्यार्थी ही अपने जीवन को सुचारू रूप से चला सकता है। प्राचीन काल में भी गुरुकुलों में विद्यार्थी को कठोर नियमों का पालन करना पड़ता था। अनुशासन का पालन करने वाला व्यक्ति ही जीवन में सफल हो पाता है। वह समाज में आदर पाता है तथा उन्नति के शिखर को छूता है। कहा जा सकता है कि अनुशासन मानव जीवन का सार है। प्रिय छात्र, हमें पिछली कक्षा में जीवन में अनुशासन का महत्व नामक गद्य भाग पढ़े। इसकी कुछ अभ्यास और नोट भी मैं दिया। देन पाठांश पढ़कर प्रश्नों के उत्तर दीजिए नामक സെഷനിലെ എന്താണ് ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ നിങ്ങൾ തനിയെ കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാവരും എഴുതിയോ? പ്രകൃതി കെ അനുശാസൻ കെ ദോ ഉദാഹരൺ ദേ. പ്രകൃതിയിലെ അനുശാസൻ്റെ 2 ഉദാഹരണം എഴുതാൻ പറഞ്ഞു. ഒന്നെന്താണ്? പക്ഷി ആകാശ് മേം വി ആകാർ മേം ഉड़ते हैं. देन छोटी छोटी चिड़ियाँ पंक्तिबद्ध होकर चलती हैं. ഇത് തന്നെയാണോ ആൻസർ എഴുതിയിരിക്കുന്നത്? അല്ലെങ്കിൽ മൗസം കെ അനുസാർ പേട് പൗധോ മേ ഫൽ ഫൂൽ ലഗ്ന, പിന്നെ ദിൻ രാത് കാ ക്രം, ഋതുവും കെ പരിക്രം, ഇതൊക്കെ എഴുതാം. പരിവർത്തൻ, ഇതൊക്കെ എഴുതാം. ഇതിലേതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരുന്നത്. ദെൻ കോൺ പങ്ക്തിബദ്ധ ഹോക്കർ ചലത്തി ഹെ, ആരാണ് ലൈനായിട്ട് സഞ്ചരിക്കുന്നത്? छोटी छोटी चिड़ियाँ. हाथी की देखभाल करने वाला क्या कहलाता है? ഹാത്തി, അതായത് ആനയെ സംരക്ഷിക്കുന്നവൻ ആരാണ്? ആനക്കാരൻ മഹാവത്. ദിൻ രാത് കിസ് പ്രകാർ കാ ശബ്ദ ഹെ. ദിൻ രാത് എന്ന് പറയുന്നത് എത്തരത്തിലുള്ള പദമാണ്? വിലോം ശബ്ദ്. കുറച്ച് പേര്, 1-2 പേരൊക്കെ എനിക്ക് ആൻസർ എഴുതി അയച്ചു തന്നിരുന്നു. ബാക്കിയുള്ളവർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒത്തിരിയും പേര് വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഈ ആഴ്ച തന്നെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണമൊക്കെ ഒന്ന് അന്വേഷിക്കണം. അപ്പോൾ ഒരാളോ 2 പേരോ ഇതിൻ്റെ ആൻസർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. എല്ലാവരും ഇപ്പം മടിയന്മാരും മടിച്ചികളുമാണല്ലേ. സ്കൂളില്ല എന്നൊക്കെ കരുതി മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എക്സാമൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. അന്നേരം ഈ മടിയുടെ ബുദ്ധിമുട്ടൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരും മടി വിചാരിക്കാതെ നമുക്ക് ഈ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുത്ത് അവനവൻ്റെ ഭാഗം അവരവർ ക്ലിയർ ആക്കുക. देन मौखिक प्रश्न है, समय का पालन अनुशासन का अनिवार्य अंग क्यों और कैसे है? സമയം, അതായത് കൃത്യനിഷ്ഠ പാലിക്കേണ്ടത് ഡിസിപ്ലിൻ്റെ അനിവാര്യമായ ഘടകമാണ്. അത് എങ്ങനെ, എന്തുകൊണ്ട്? പ്രാചീന കാൽമേം കഹാം കഠോര നിയമവും കാ പാലൻ കർണ ആവശ്യകത. പ്രാചീന കാലത്തിൽ എവിടെയായിരുന്നു കഠോര നിയമങ്ങൾ പാലിച്ചിരുന്നത് അല്ലേ? പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എവിടെയായിരുന്നു? നമ്മൾ ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ്. അതൊക്കെ ആൻസർ കണ്ടുപിടിച്ച് എഴുതി വയ്ക്കുക.
देन क्वेश्चन आंसर നോക്കി. അനുശാസൻ की परिभाषा अपने शब्दों में लिखिए. അത് നിങ്ങളുടെ തന്നെ ശബ്ദത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. അവനവൻ്റെ സ്വതസിദ്ധമായ കഴിവനുസരിച്ച് അവരവർ ആൻസർ എഴുതുക. അനുശാസൻ का अर्थ है नियमों को नियमित रूप से पालन करना. അല്ലേ, നിയമങ്ങൾ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ തന്നെ പാലിക്കുന്നതിനെയാണ് അനുശാസൻ എന്ന് പറയുന്നത്. देन आत्मिक अनुशासन और बाह्य अनुशासन में क्या अंतर है? എന്താണ് ആത്മിക് അനുശാസൻ, എന്താണ് ബാഹ്യ അനുശാസൻ? ആത്മിക് അനുശാസൻ में വ്യക്തി സ്വേച്ഛാ से अनुशासित रहता है. അത് നമ്മൾ പറഞ്ഞു അല്ലേ. ആത്മിക് അനുശാസൻ എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിസിപ്ലിൻ അല്ലേ. അതിനകത്ത് മറ്റൊരാളുടെ പങ്കൊന്നുമില്ല, നമ്മൾ സ്വയം ഡിസിപ്ലിൻഡ് ആവുന്നു. ലേക്കിൻ ബാഹ്യ അനുശാസൻ में बाहरी दबावों के कारण വ്യക്തി അനുശാസിത रहता है. എന്നാൽ ബാഹ്യ അനുശാസൻ എന്ന് പറയുന്നത് അതിനകത്ത് പുറത്തു നിന്നുള്ള മറ്റൊരാളുടെ ഇടപെടലാൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു അല്ലേ. देन सड़क पर चलते समय आप नियमों का पालन क्यों करते हैं? എന്തുകൊണ്ടാണ് നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, നടക്കുകയോ അല്ലെങ്കിൽ വണ്ടിയിൽ സഞ്ചരിക്കുകയോ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത്? അല്ലെ, നമ്മൾ എന്തിനാണ് നിയമങ്ങൾ പാലിക്കുന്നത്? अपनी सुरक्षा के लिए यातायात के नियमों का पालन करते हैं അല്ലേ. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. നമുക്കറിയാം റോഡിലൂടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ ലെഫ്റ്റിലൂടെ സഞ്ചരിക്കുക അല്ലേ, എതിരെ വരുന്ന വാഹനങ്ങൾ റൈറ്റിലൂടെ പോവും. അങ്ങനെയുള്ള ഒരു നിയമം റോഡിൽ ഏർപ്പെടുത്തിയിട്ട് നമ്മൾ മുൻപോട്ട് പോകുന്ന നമ്മൾ എന്താണ് റൈറ്റിലൂടെ പോയി കഴിഞ്ഞാൽ റൈറ്റ് വരുന്ന വാഹനങ്ങൾ നമ്മൾ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാവും ഇല്ലേ. അതുപോലെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ട്രാഫിക് സിഗ്നൽ വരുമ്പോൾ സിഗ്നൽ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പം അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക അല്ലേ. ടൂ വീലറിൽ സഞ്ചരിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കുക. പിന്നെ ഇപ്പോഴാണ് എപ്പോൾ പുറത്തിറങ്ങിയാലും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ 4 വീലറിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് തീർച്ചയായിട്ടും ധരിക്കുക. അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ പാലിക്കുന്നത് മൂലം നമ്മൾ നമ്മുടെ സ്വന്തം രക്ഷയാണ് എന്ത് ചെയ്യുന്ന സംരക്ഷിക്കുന്നത് അല്ലേ. മറ്റുള്ളവരുടെയും നമ്മുടെയും ജീവൻ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാനായിട്ട് സാധിക്കും അല്ലേ. देन समझिए, अनुशासन शब्द शासन से पहले अनु शब्द दैट इज अनु जम शासन जोड़ने से बना है. शासन का अर्थ है नियम या अनुशासन का अर्थ है नियम का पालन करना. शासन में अनुशासन जोड़ने से इसके अर्थ में बदलाव हो गया है. अनु शब्दांश उपसर्ग है अല്ലേ. ശാസൻ മീൻസ് ഭരണം, നിയമം എന്നാണ് അർത്ഥം അല്ലേ. അനുശാസൻ എന്ന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുന്ന കണ്ടോ, ഡിസിപ്ലിൻ എന്നാവും അല്ലേ. ശാസൻ എന്ന് പറഞ്ഞാൽ ഭരണമാണ്. അതിൻ്റെ തൊട്ട് മുമ്പിൽ അനു എന്ന വേർഡ് ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? എന്തായിട്ട് മാറുന്നു? അനുശാസൻ, ദാറ്റ് ഈസ് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു വാക്യാംശത്തിൻ്റെ തൊട്ട് മുമ്പിൽ മറ്റൊരു പദം ചേർത്ത് ആ വാക്കിന് മറ്റൊരർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു, അതിനെ നമ്മൾ ഉപസർഗ് എന്നാണ് പറഞ്ഞത് അല്ലേ. പ്രഫിക്സും സഫിക്സും നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിലൊക്കെ അല്ലേ. പ്രഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ തൊട്ട് പുറകിൽ വരുന്ന എന്താണ് നമ്പറിനെ നമ്മൾ പ്രഫിക്സ് എന്ന് പറയും. സഫിക്സ് എന്ന് പറഞ്ഞാലോ തന്നിരിക്കുന്ന നമ്പറിന് ശേഷം വരുന്ന നമ്പർ അല്ലേ, അതാണ് സഫിക്സ്. അത് തന്നെ ഇവിടെ വരുന്നതും എന്താണ്, ഉപസർഗ് ഓർ മറ്റേതിന് എന്താ പറയുക, പ്രത്യയ എന്നാണ് പറയുന്നത് സഫിക്സിന് കേട്ടോ. അപ്പം ഉപസർഗ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൻ്റെ തൊട്ട് മുമ്പിൽ മറ്റൊരു വാക്ക് ചേർത്തിട്ട് ആ തന്നിരിക്കുന്ന മൂലശബ്ദത്തിന് പരിവർത്തൻ ഉണ്ടാകുന്നു, അതിനെയാണ് നമ്മൾ ഉപസർഗ് എന്ന് പറയുന്നത്. നോക്കിക്കേ, അധർമ്മ, धर्म के साथ आ जोड़ने से अधर्म बनते हैं. धर्म अधर्म കണ്ടോ, ധർമ്മ മീൻസ് ധർമ്മം അല്ലേ. അതിൻ്റെ കൂടെ ആ എന്ന വാക്ക് ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറി, അതിൻ്റെ മീനിങ് വ്യത്യാസം വരുന്നില്ലേ, അധർമ്മം എന്നാവുന്നു, ഓപ്പോസിറ്റ് ആവുന്നു അല്ലേ. ദെൻ അഭിനേത, അഭി എന്നുള്ളത് നമ്മുടെ ഉപസർഗമാണ്. നേത എന്നുള്ളതാണ് നമ്മുടെ മൂലശബ്ദം. നേതാസെ അഭി ജോഡ്നേസെ അഭിനേത ബനത്തെ ഹേ. കണ്ടോ, നേതാ, നേതാവ്, അഭിനേത എന്ന് പറയുമ്പോൾ അഭിയുടെ ചേർത്ത് അഭിനേത എന്ന് വരുമ്പോൾ എന്താവും നമ്മൾ
അഭിനേതാവ് എന്നാവും അല്ലേ, ക്യാരക്ടർ അഭിനയിക്കുന്നവൻ, ആക്ടർ എന്നാവും അതിൻ്റെ മീനിങ്. ദെൻ ഗുണ എന്ന മൂലശബ്ദത്തോടെ അവ എന്ന് ചേർക്കുമ്പോൾ അവഗുൺ, ഗുണ അവഗുൺ, കണ്ട ഗുണവും പിന്നെ ദോഷവും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദെൻ പരാജയ അൻപട്ട്, ഇത് നിങ്ങൾ തനിയെ ചെയ്യുക. ജയ എന്ന വാക്കിന് തൊട്ട് മുമ്പിൽ പരാ എന്ന് വന്നു കഴിയുമ്പോൾ ജയവും പരാജയവും, കണ്ടോ മൊത്തത്തിൽ അതിൻ്റെ മീനിങ് മാറുക. പട്ട് എന്ന വാക്കിനോടെ എന്താണ് പഠിത്തമുള്ളവൻ, അറിവുള്ളവൻ, ജ്ഞാനി എന്നാണ്. അൻപട്ട് മീൻസ് അജ്ഞാനി, കണ്ടോ മൊത്തത്തിൽ അതിൻ്റെ മീനിങ് മാറുന്നു. ഇത് രണ്ടും നിങ്ങൾ തനിയെ എഴുതുക. ദെൻ इन वाक्यों को अंग्रेजी में लिखिए, अंग्रेजी में ട്രാൻസ്ലേറ്റ് ചെയ്യുക അല്ലേ, ഇംഗ്ലീഷിലേക്ക് തിരുത്തി എഴുതുക. ഹമേം അനുശാസൻ മേ രഹ്നാ ചാഹിയേ, അതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുന്നത്? വി ഷുഡ് ഡിസിപ്ലിൻഡ്, നമ്മൾ അച്ചടക്കശീലമുള്ളവരാവണം. വിദ്യാർത്ഥി ജീവൻ ഭാവി ജീവൻ की ആധാരശില है, അത് നമ്മൾ പറഞ്ഞു. സ്റ്റുഡൻസ് ലൈഫ് ഈസ് फाउंडेशन स्टोन ऑफ फ्यूचर. अनुशासन मानव जीवन का सार है. डिसिप्लिन इज द थीम ऑफ ह्यूमन लाइफ. अनुशासन ही राष्ट्र को महान बनाता है. डिसिप्लिन രാഷ്ട്രത്തെ മഹാനാക്കുന്നു. ഡിസിപ്ലിൻ മേക്സ് ദ നേഷൻ ഗ്രേറ്റ്. ദെൻ ഇൻ ശബ്ദവും സെ വാക്യ ബനായി, ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ തനിയെ ഈ വേർഡ് ഉപയോഗിച്ച് മറ്റൊരു സെൻറ്റൻസ് എഴുതുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ്, നിങ്ങൾക്ക് ഇതൊന്നും തരേണ്ട കാര്യങ്ങളില്ല. എങ്കിൽ പോലും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തന്നേ ഉള്ളൂ. നിങ്ങൾ ഈ വേർഡ് ചേർത്ത് മറ്റു സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിയമം, ഹമേം യാതായാത് കെ നിയമവും കാ പാലൻ കർണാ ഹെ, നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചേ മതിയാവും. അനുശാസൻ, അനുശാസൻ ഹി ദേശ് കോ മഹാൻ ബനാത്താ ഹെ, അല്ലേ, അനുശാസൻ ദേശത്തെ മഹത്തരം അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നു. ദെൻ പ്രകൃതി, പ്രകൃതി സെ ഹമേ കൈ വസ്തുവേ മിൽത്തി ഹെ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ധാരാളം വസ്തുക്കൾ ലഭിക്കുന്നു. ആധാരശില, അനുശാസൻ വിദ്യാർത്ഥി ജീവൻ കാ ആധാരശില ഹെ. സാര്, മാനവ ജീവൻ കാ സാര് അനുശാസൻ ഹെ. ഇത് ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട സെൻറ്റൻസ് അതിനകത്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഇത് ഈ വേർഡ് ഉപയോഗിച്ച് മറ്റ് എന്ത് സെൻറ്റൻസും, അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഏത് സെൻറ്റൻസും നമുക്ക് എഴുതി വയ്ക്കാം. ഇനി ജീവൻ മേം അനുശാസൻ വിനയ ഔർ പ്രേം സെ ആത്താ ഹെ, ജീവിതത്തിൽ അച്ചടക്കം വിനയത്തിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് ഉണ്ടാകുന്നത്, അല്ലേ. നമ്മൾ ആദ്യം വിനയമുള്ളവരും സ്നേഹമുള്ളവരുമായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുകയുള്ളൂ? അച്ചടക്കം ഉണ്ടാവുകയുള്ളൂ. ദെൻ ശ്രുതലേഖ കെ ലിയേ ശബ്ദ ഹെ അനുശാസൻ, നിയന്ത്രൺ, വ്യക്തിഗത, പരിലക്ഷിത, പങ്ക്തിബദ്ധ, ദുർഘടന, വിദ്യാർത്ഥി, സർവപ്രഥമ, വിദ്യാർജൻ. समझा? देन ये किस प्रकार अनुशासन का पालन करते हैं? ഈ തന്നിരിക്കുന്ന വസ്തുക്കൾ ഏത് തരത്തിലാണ് ഡിസിപ്ലിൻഡ് ആവുന്നത്? ഈ സൂരജ് है, सूरज कैसे डिसिप्लिन और कैसे अनुशासित रहता है? सूरज के उदय और अस्त होने का समय निश्चित है ना. सूरज सवेरे समय को उदय रहता है और सांझ को അസ്ത രഹത്താ ഹെ, അല്ലേ. നമുക്കറിയാം സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുന്നു, പ്രദോഷത്തിൽ അസ്തമിക്കുന്നു. അതേസമയം സൂര്യൻ പ്രദോഷത്തിൽ ഉദിക്കുക എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ക്രമം തെറ്റി പോയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഉൾട്ട ആകും, അല്ലേ. അതുപോലെ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾ അത് പാലിക്കുന്നുണ്ട്. ചന്ദ്രൻ, അല്ലേ, അതുപോലെ മഴ, എല്ലാ പ്രകൃതിയിലെ വസ്തുക്കളും സ്വേച്ഛാസെ അനുശാസിत रहता है. देन हम एक ड्राइवर है, ड्राइवर वाहन चालक, दैट इज ड्राइवर. वाहन चालक सड़क पर यातायात के नियमों का पालन करता है, അല്ലേ. നമുക്കറിയാം ഡ്രൈവർ അത് ഏത് വാഹനം ഓടിക്കുന്ന ആളുമായിക്കോട്ടെ, അവരെന്ത് ചെയ്യുന്നു? റോഡിലെ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുന്നു. ഈ एक विद्यार्थी है, विद्यार्थी क्या करते हैं? विद्यार्थी स्कूल के नियमों का पालन करते हैं. സ്കൂളിലെ നിയമങ്ങൾ ആരനുസരിക്കുന്നു? വിദ്യാർത്ഥി അനുസരിക്കുന്നു. അപ്പം നമ്മൾ ഈ നോട്ട്സ് നിങ്ങളുടെ നോട്ട് ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും നിങ്ങൾ എഴുതി വയ്ക്കുക. ഇതിനെയും ഒരു സമയസാരണി ആണ്. സമയസാരണി മീൻസ് ടൈം ടേബിൾ ആണ്. हम एक खिलाड़ी है,
ഒരു പ്ലെയർ ആണ്, അതിൻ്റെ ആൻസർ നിങ്ങൾ തനിയെ എഴുതി വെക്കുക കേട്ടോ. പ്ലെയർ എവിടെയാണ്, എന്ത് നിയമമാണ് പാലിക്കുന്നത് എന്നുള്ളത്. ഇതിനെയും ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ടൈം ടേബിളിൽ समय सारणी में अपनी दिनचर्या को बताते हुए कार्यों में अनुशासन लाने का പ്രയാസ് കീജിയെ. നിങ്ങൾ ഇത് നിങ്ങളുടെ ടൈം ടേബിളാണ്, നിങ്ങളുടെ കൃത്യനിഷ്ഠ അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. അതായത് ഉണരുന്ന സമയം അല്ലേ, അത് കൃത്യമായിരിക്കണം. ഇപ്പോൾ രാവിലെ 5:30 എഴുന്നേറ്റു, നാളെയും 5:30 തന്നെ എഴുന്നേക്കണം, അല്ലെ ഇച്ചിരൂടെ നേരത്തെ എഴുന്നേക്കാൻ ശ്രമിക്കണം. അത് താമസിച്ചു പോകരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതിനെ നമ്മൾ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം രാവിലെ ഉണരുന്നു, പിന്നെ എന്താണ് നമ്മൾ പറയുക, പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിക്കുന്നു, അതിനൊക്കെ ഓരോ സമയങ്ങളുണ്ട്. അതിനുശേഷം പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം പ്രാർത്ഥനയോടുകൂടി പഠിക്കാനിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് ഓരോ ദിവസവും പഠിക്കേണ്ടത്, എത്ര സമയം തൊട്ട് എത്ര സമയം വരെ, പിന്നെ രാത്രി കിടക്കാൻ പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ടൈം ടേബിളായിട്ട് ഇവിടെ എഴുതി സൂക്ഷിക്കുക. അതുപോലെ തന്നെ ചെയ്യുകയും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ടൈം ടേബിൾ എഴുതി ടൈമും ചെയ്യുന്ന കാര്യങ്ങളും എഴുതി എനിക്കിത് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഞാൻ ഈ ആഴ്ച തന്നെ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് യാതൊരു മടിയും വിചാരിക്കാതെ ഈ ടൈം ടേബിൾ ഹിന്ദിയിലാണ് എഴുതേണ്ടത്. തെറ്റിക്കോട്ടെ, ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്താ പറയുക, സെൻറ്റൻസിന് തന്നെ മിസ്റ്റേക്കോ സംഭവിച്ചോട്ടെ, ഒരു കുഴപ്പവുമില്ല, ഞാനത് ക്ലിയർ ചെയ്തോളാം. നിങ്ങളിത് എനിക്ക് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക അല്ലേ, പഠിച്ച് പ്രാർത്ഥനാ സഭയിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സബ്കോ ധന്യവാദ്.